പകുതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ.എൻ. ആനന്ദ്കുമാറിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഈ മാസം 28 മാറ്റി. തിരുവനന്തപുരം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. സുനിഷ അയ്യല്ലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, കൂടുതൽ വിവരങ്ങൾ. പകുതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആനന്ദകുമാർ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരുന്നു. തിരുവനന്തപുരം ജില്ലാ അഡീഷണൽ കോടതിയിലാണ് നൽകിയിരുന്നത്. അതിപ്പോൾ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് 28 മാറ്റിയിരിക്കുന്നു എന്നതാണ്. അതായത് കഴിഞ്ഞ 13 പരിഗണിക്കേണ്ടത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. അത് അടുത്ത് 28 മാറ്റിയിരിക്കുന്നു എന്നതാണ്. കണ്ണൂർ ടൗൺ പോലീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ SP-യെ എതിർകക്ഷിയാക്കിയായിരുന്നു ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ അനന്തു കൃഷ്ണനാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തട്ടിപ്പിൽ പങ്ക് എന്നതായിരുന്നു. കാരണം ഈ പണമിടപാടുകൾ നടത്തിയത് അനന്തു കൃഷ്ണനാണ്. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പിൽ മുഖ്യ പങ്ക് അനന്തു കൃഷ്ണനാണ് എന്നതാണ് ജാമ്യ ഹർജിയിൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നറിഞ്ഞതിനു ശേഷം NGO കോൺഫെഡറേഷനിൽ നിന്നും താൻ രാജിവെച്ചു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത് എന്നുമാണ് ആനന്ദകുമാർ പ്രധാനമായും വാദമായി പറയുകയും ചെയ്യുന്നത്. കണ്ണൂരിലെ ഈ സീഡിന്റെ സെക്രട്ടറി നൽകിയ പരാതിയിന്മേലായിരുന്നു അന്ന് കേസെടുത്തിരുന്നത്. ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ അനന്തു കൃഷ്ണനെയും ഒപ്പം തന്നെ ആനന്ദകുമാറിനെയും പ്രതിയാക്കിക്കൊണ്ട് പലയിടത്തും കേസുകൾ എടുത്തിട്ടുണ്ട് എന്നതാണ്. ഈ കണ്ണൂരിൽ കേസെടുത്തതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നേരത്തെ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരുന്നത്. അതിൽ 2ാം പ്രതിയാണ് ആനന്ദകുമാർ എന്നതാണ്. നിലവിൽ ഏതായാലും 28 ഹർജി പരിഗണിക്കുന്നത്. അതിനിടയിലായിരുന്നു ആനന്ദകുമാറിന്റെ വീട്ടിലും ഓഫീസിലും അടക്കം ഇന്ന് ED-യുടെ റെയ്ഡ് അടക്കം ഉണ്ടാകുന്ന സ്ഥിതിയും ഉണ്ടായത്. ശ്രുതി.